ഇന്ത്യൻ ഇക്കണോമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ടും ഇന്ത്യൻ ഇക്കണോമി ബിഫോർ ബ്രിട്ടീഷ് റൂൾ ആൻഡ് ആഫ്റ്റർ ബ്രിട്ടീഷ് റൂൾ, പ്രധാനമായിട്ടും ബ്രിട്ടീഷ് റൂളിന് മുമ്പുണ്ടായിരുന്ന ഇന്ത്യൻ എക്കണോമിയുടെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നാണ് നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് ഇന്ത്യൻ ഇക്കണോമി അണ്ടർ ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ ഇക്കണോമിയുടെ സിറ്റുവേഷൻ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഇന്ത്യൻ ഇക്കണോമിയിലെ ഓരോ സെക്ടറുകളും വർക്ക് ചെയ്തിരുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ത്യൻ ഇക്കണോമി ബിഫോർ ബ്രിട്ടീഷ് റൂൾ. നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത് 1757 ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് പ്ലാസി. പ്ലാസി യുദ്ധത്തിന് ശേഷം 1757 ഇന്ത്യയിൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഏകദേശം എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. സോ ഇന്ത്യൻ ഇക്കണോമി വാസ് റീസണബിളി ഡെവലപ്ഡ്. ഇന്ത്യൻ ഇക്കണോമി ആ ഒരു കാലഘട്ടത്തിൽ റീസണബിളി ഡെവലപ്ഡ് ആയിരുന്നു. എന്താണ് റീസണബിളി ഡെവലപ്ഡ് എന്ന് പറയുന്നത്? പ്രധാനമായിട്ടും ഇങ്ങനെ റീസണബിളി ഡെവലപ്ഡ് എന്ന് പറയാനുള്ള കാര്യം, ഇന്ത്യൻ ഇക്കണോമി വേൾഡ് ഇക്കണോമിയിൽ ഡെവലപ്ഡ് ഇക്കണോമിയിൽപ്പെട്ട ഒരു ഇക്കണോമി ആയിരുന്നു ബിഫോർ 1757 അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരും ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം. ആ സമയത്ത് ഇന്ത്യയിൽ പല സെക്ടറുകളും പല ഏരിയകളും ഹൈലി റിച്ച് ആയിട്ടുള്ള ഏരിയകളായിരുന്നു. അതേസമയത്ത് ഇന്ത്യയിൽ മറ്റു പല റീജിയനുകൾ, എസ്പെഷ്യലി റൂറൽ ഏരിയാസ്, വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് റീസണബിളി ഡെവലപ്ഡ് എന്ന് പറയാം. എന്നാൽ ഇന്നത്തെ പോലെ ഒരു അണ്ടർ ഡെവലപ്ഡ് ഇക്കണോമി ആയിരുന്നില്ല. അന്നത്തെ കാലത്ത് കുറേ കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഹൈലി റിച്ച് ആയിട്ടുള്ള ഒരു ഇക്കണോമി ആയിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. അഗ്രികൾച്ചർ വാസ് ദ ഡൊമിനൻ്റ് എക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ ഇക്കണോമിയുടെ സിറ്റുവേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇന്ത്യയുടെ മെജോറിറ്റി ആളുകളും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് കൃഷിയെ ആയിരുന്നു. സോ അഗ്രികൾച്ചർ വാസ് ദ ഡോമിനൻ്റ് എക്കണോമിക് ആക്ടിവിറ്റി ബിഫോർ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. സോ വേൾഡ് ഫേമസ് ഫോർ ഹാൻഡിക്രാഫ്റ്റ് ലൈക്ക് കോട്ടൺ, സിൽക്ക്, മെറ്റൽസ്, മാർബിൾസ് ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസ്. ഇന്ത്യ ലോകത്ത് തന്നെ അറിയപ്പെട്ടൊരു രാജ്യമായിരുന്നു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ്. ഏതൊക്കെ മേഖലകളായിരുന്നു? എസ്പെഷ്യലി ഇന്ത്യ വസ്ത്രവ്യാപാര രംഗത്ത് വളരെ ഖ്യാതി നേടിയ ഒരു രാജ്യമായിരുന്നു. കോട്ടൺ, സിൽക്ക്, അതുപോലെ തന്നെ മെറ്റൽസ്, ഒരുപാട് മെറ്റലുകൾ, അതുപോലെ മാർബിൾ, പ്രഷ്യസ് സ്റ്റോണുകൾ, വളരെ വിലപിടിപ്പുള്ള കല്ലുകൾ, രത്നങ്ങൾ, ഇവയ്ക്കൊക്കെ വളരെ ഫേമസ് ആയിരുന്നു ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ. നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇന്നത്തെ ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ ഇന്ത്യയെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. നമുക്കറിയാം, വേൾഡ് വൈഡ് മാർക്കറ്റായിരുന്നു ധാക്ക മസ്ലിപ്പട്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെയുള്ള പട്ടുതുണി, അതുപോലെ കാലിക്കോ, ചീട്ടിത്തുണികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചീട്ടിത്തുണികൾ, അതുപോലെ കാശ്മീർ ഷോൾ, ഇതൊക്കെ ഇന്ത്യയുടെ മാത്രം വെറൈറ്റി പ്രൊഡക്റ്റുകളായിരുന്നു. ജെനുവിനായിട്ടുള്ള ഇന്ത്യൻ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളായിരുന്നു ആ കാലഘട്ടത്ത്. ലോകത്തെ എല്ലായിടത്തും എമ്പാടും ഈ പ്രൊഡക്റ്റുകൾക്ക് വലിയ മാർക്കറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യ വലിയ റിച്ച് കൺട്രി ആവാൻ ഇത്തരം ലോക്കൽ പ്രൊഡക്റ്റുകൾ, പ്രാദേശികമായ ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ടത്. At the same time, there exist a backward, isolated and self-sustaining villages. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പല ഗ്രാമങ്ങളും ബാക്ക്വേർഡ് ആയിരുന്നു, വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒതുങ്ങിക്കൂടിയ ഒരു ഗ്രാമപ്രദേശമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ദേ ആർ സസ്റ്റൈനിങ് വില്ലേജസ് എന്ന് വെച്ചാൽ ഓരോ ഗ്രാമത്തിനും വേണ്ടത് ആ ഗ്രാമങ്ങളിൽ തന്നെ ഉണ്ടാക്കുന്ന സ്ഥിതി, അതാണ് സെൽഫ് സസ്റ്റെയിനിങ് വില്ലേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ രാജ്യങ്ങളും സ്വയം പര്യാപ്തമായി കൊണ്ടിരിക്കുന്ന മറ്റു ഗ്രാമങ്ങളുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ഗ്രാമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. റിസോഴ്സ്ഫുൾ ടൗൺസ് വിത്ത് സീറ്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, pilgrimage
കൊമേഴ്സ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്. അറ്റ് ദ സെയിം ടൈം, അതേ സമയത്ത് തന്നെ പല നഗര കേന്ദ്രങ്ങളും വളരെ റിസോഴ്സ്ഫുള്ളായിരുന്നു. വിത്ത് സീഡ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, പലതും പല രാജാക്കന്മാരുടെയും ഭരണകേന്ദ്രങ്ങളായിരുന്നു. അവിടങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയും ചിലതൊക്കെ പിൽഗ്രിമേജ് ആയിരുന്നു, തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറി. മറ്റു പലത് വലിയ മാർക്കറ്റുകളുള്ള വ്യാപാര കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റുകളൊക്കെ വിൽക്കുന്ന, ഹാൻഡിക്രാഫ്റ്റിലൂടെ അറിയപ്പെടുന്ന പല കേന്ദ്രങ്ങളുമൊക്കെ ആയിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പുള്ള നഗരപ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ബാക്ക്വേർഡ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതേസമയത്ത് തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിക്കേഷൻ സെക്ടറും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറും വളരെ ബാക്ക്വേർഡായിരുന്നു. മെയിൻ ഓക്യുപ്പേഷൻ ഗ്രൂപ്പ്സ് വേർ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തൊഴിലുകൾ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ജനങ്ങൾ ഏർപ്പെട്ടിരുന്ന തൊഴിലുകൾ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത് അറൗണ്ട് 80 to 85% ജനങ്ങളും ഫാർമേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറുമായി അസോസിയേറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളായിരുന്നു. എന്ന് പറയുമ്പം മത്സ്യബന്ധനം അതുപോലെ ഫോറസ്ട്രി പോലെയുള്ള കാര്യങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു. ഫാർമേഴ്സ്, അതുപോലെ വ്യൂവേഴ്സ്, നെയ്ത്തുകാരുണ്ടായിരുന്നു, ഗോൾഡ് സ്മിത്ത്, അതുപോലെ സ്വർണ്ണപ്പണിക്കാർ, തട്ടാന്മാർ എന്നൊക്കെ നമ്മൾ പറയുന്നത്, പോട്ടേഴ്സ്, കളിമണ്ണ് കൊണ്ട് പാത്രം നിർമ്മിക്കുന്ന ആളുകൾ, വാഷർമാൻ, ഡ്രസ്സൊക്കെ അലക്കി കൊടുക്കുന്ന ആളുകൾ, ദെൻ കാർപ്പൻറ്റേഴ്സ്, കോബ്ലേഴ്സ് എന്ന് വെച്ചാൽ ചെരുപ്പ് കുത്തികളും ആശാരിമാരും, ഓയിൽ പ്രസ്സേഴ്സ്, അതുപോലെ ഓയിൽ ആട്ടിയെടുക്കുന്ന ആളുകൾ, ബാർബർമാർ, ഇതൊക്കെയായിരുന്നു പഴയ ഇന്ത്യയുടെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന് മുമ്പുള്ള ഇന്ത്യൻ ഇക്കണോമിയുടെ പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റീസ് ഇതൊക്കെയായിരുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇന്ത്യൻ എക്കണോമി ബിഫോർ ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുമ്പോൾ മെജോറിറ്റി വേർ ഡിപ്പെൻഡ് ഓൺ agriculture. The main job sectors were these are the main job sectors. Communication, transportation were bad. Villages were self-sustained, backward and isolated. At the same time, the urban areas were the centers of pilgrimage, administration and the centers of commerce, etc. ഇത്രയൊക്കെയാണ് നമുക്ക് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പുള്ള ഒരു ഇക്കണോമിയുടെ പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. നൗ കം ടു ദ പോയിന്റ് ഓഫ് ഇന്ത്യൻ ഇക്കണോമി അണ്ടർ ബ്രിട്ടീഷ് റൂൾ. നൗ വി ആർ സ്റ്റാർട്ടിങ് ദ സിറ്റുവേഷൻ ഓഫ് ഇന്ത്യൻ ഇക്കണോമി അണ്ടർ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂളിനകത്ത് ഇന്ത്യൻ ഇക്കണോമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് പരിശോധിക്കാം. ഒന്നാമതായിട്ട്, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന് ഇന്ത്യൻ ഇക്കണോമിയിൽ രണ്ട് പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവുകളാണ് ഉണ്ടായിരുന്നത്. അഥവാ ഇന്ത്യയിലെ സാമ്പത്തിക ഭരണത്തിന് ഇന്ത്യൻ ഇക്കണോമിയുമായി അസോസിയേറ്റ് ചെയ്ത് പരിശോധിക്കുമ്പോൾ രണ്ട് ഫീച്ചറുകളാണ് പ്രധാനമായിട്ടും, രണ്ട് ഒബ്ജക്റ്റീവുകളാണ് പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എക്കണോമിക്സുമായി റിലേറ്റഡ് ആണ്, അഥവാ എക്കണോമിയുമായി അസോസിയേറ്റഡ് ആണ്. ചരിത്രപരം എന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ സാമ്പത്തിക വശത്തിനാണ് നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. കാര്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യ വന്ന് ഇന്ത്യയെ ദൂർത്തടിച്ച് ഇന്ത്യയുടെ റിസോഴ്സ് മുഴുവൻ കൊണ്ടുപോവുകയാണ് ചെയ്തത്. പ്രധാനമായിട്ടും രണ്ട് ഒബ്ജക്റ്റീവുകളാണ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന് ഉണ്ടായിരുന്നത്. വൺ ഈസ് to use India as a source of raw material for British industries. നമുക്കറിയാം, വ്യാവസായിക വിപ്ലവം ഉണ്ടായ സ്ഥലമാണ് ബ്രിട്ടൻ. ബ്രിട്ടനിൽ വ്യാവസായിക വിപ്ലവം ഉണ്ടായപ്പോൾ പല മെഷീൻ മെയ്ഡ് വ്യവസായങ്ങൾക്കും പല മെഷീൻ മെയ്ഡ് ഇൻഡസ്ട്രികൾക്കും വളരെ പെട്ടെന്ന് തന്നെ, വളരെ സ്പീഡിൽ, നേരത്തെ ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ്റെ സ്പീഡിനേക്കാൾ കൂടുതൽ സ്പീഡിൽ പ്രൊഡക്ഷൻ നടത്താൻ സാധിച്ചു. നേരത്തെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ഷൻ ആയിരുന്നു, അവിടെ പ്രൊഡക്ഷൻ കുറവായിരുന്നു. അതേസമയം മെഷീൻ മെയ്ഡ് പ്രൊഡക്ഷൻ ആരംഭിച്ചപ്പോൾ മിനിറ്റുകൾക്കകം ഫൈനൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഈക്വലായിട്ടുള്ള റോ മെറ്റീരിയൽ ആവശ്യമാണ്. അപ്പോൾ റോ മെറ്റീരിയൽ കണ്ടെത്താൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ ലോകമെമ്പാടും കോളനികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ബ്രിട്ടീഷ് ആധിപത്യം മറ്റെല്ലാ രാജ്യങ്ങളിലും ഉറപ്പിക്കാൻ വേണ്ടി അങ്ങനെയാണ് ഇന്ത്യയിലേക്കും വരുന്നത്. ടു യൂസ് ഇന്ത്യ ആസ് എ സോഴ്സ് ഓഫ്
റോ മെറ്റീരിയൽ ഫോർ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ്. അങ്ങനെ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി ബ്രിട്ടനിലുണ്ടായ പല ഇൻഡസ്ട്രീസിനും റോ മെറ്റീരിയൽസ് കണ്ടെത്താനുള്ള ഒരു ഇടമായിട്ട് ഇന്ത്യയെ മാറ്റിയെടുക്കുക. രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ് ഓഫ് ബ്രിട്ടീഷ് എക്കണോമിക് പോളിസി വാസ് ടു കൺവേർട്ട് ഇന്ത്യ ഇൻ ടു എ മാർക്കറ്റ് ഫോർ ഗുഡ്സ് മാനുഫാക്ചർഡ് ഇൻ ബ്രിട്ടൻ. ബ്രിട്ടനിൽ മാനുഫാക്ചർ ചെയ്ത കമ്മോഡിറ്റികൾ വിൽക്കാനുള്ള ഒരു പ്രദേശമാക്കി ഇന്ത്യയെ മാറ്റിയെടുക്കുക. അപ്പം നമുക്കറിയാം, നമ്മൾ ഇന്ത്യക്കാർ പലരും ഹാൻഡ് മെയ്ഡായിട്ടുള്ള വളരെ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഹാൻഡിക്രാഫ്റ്റുകളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രൊഡക്റ്റുകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സ്ഥലത്തേക്കാണ് ബ്രിട്ടീഷുകാരുടെ നാട്ടിൽ നിർമ്മിച്ച മെഷീൻ മെയ്ഡ് പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ മെഷീൻ മെയ്ഡ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ കളക്ട് ചെയ്തിരുന്നതും എവിടെ നിന്ന് തന്നെയാണ്? ഇന്ത്യയിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്നും റിസോഴ്സുകൾ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയും ബ്രിട്ടനിൽ നിന്ന് ഫൈനൽ പ്രൊഡക്റ്റാക്കി മാറ്റി ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് തന്നെ വലിയ വിലക്കല്ലാത്ത കുറഞ്ഞ വിലക്ക് വിൽക്കുക. ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ എയിം എന്ന് പറയുന്നത്. ഇങ്ങനെ വന്നപ്പോൾ ഇറ്റ് ഡിസ്ട്രോയിഡ് ഇന്ത്യാസ് ഫ്ലറിഷിംഗ് കോട്ടേജ് ഇൻഡസ്ട്രി. നമുക്കറിയാം, പല കുടിൽ വ്യവസായങ്ങളിലൂടെയാണ് ഇന്ത്യൻ ഇക്കണോമി നിലനിന്നിരുന്നത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അഥവാ കോട്ടേജ് ഇൻഡസ്ട്രീസ്, ചെറിയ ചെറിയ ഗ്രാമങ്ങളിലുള്ള ചെറിയ വ്യവസായങ്ങളായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടായിരുന്നത്. ഇത് കുറഞ്ഞ വിലക്ക് ബ്രിട്ടനിൽ നിന്നും മെഷീൻ മെയ്ഡ് കമ്മോഡിറ്റികൾ വരാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയിലെ പല കുടിൽ വ്യവസായങ്ങളും തകരാൻ തുടങ്ങി. ദാറ്റ് ക്രിയേറ്റ് ദ സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യൻ ഇക്കണോമി. അത് ഇന്ത്യൻ ഇക്കണോമിക്ക് സ്റ്റാഗ്നേഷനായി. ഇന്ത്യൻ ഇക്കണോമി എന്താവാൻ തുടങ്ങി? ഒരു സ്റ്റാഗ്നൻ്റ് അഥവാ മന്ദഗതിയിലേക്ക് മാറാൻ തുടങ്ങി. മന്ദഗതിയിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇക്കണോമിക്കകത്ത് പ്രൊഡക്ഷൻ നടക്കാതെയും എക്സ്പോർട്ട് നടക്കാതെയും ഇരുന്നു. പകരം ഒരുപാട് ഇമ്പോർട്ട് വരികയും ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കുറയുകയും ചെയ്തു. നോ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഇന്ത്യാസ് GDP. ഇതിൻ്റെ ഫലമായി ഇന്ത്യയുടെ വളർച്ച മുരടിക്കുകയും ഇന്ത്യയുടെ GDPയിൽ വളർച്ചയില്ലാതിരിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ the annual average growth of national income during the British period was less than 2% only. നമ്മുടെ GDP ഗ്രോത്ത് റേറ്റ് വെറും 2% താഴെയായിരുന്നു. ഗ്രോത്ത് ഇൻ പെർ ക്യാപിറ്റ ഇൻകം വാസ് അറൗണ്ട് 0.5% a year. ശരാശരി പെർ ക്യാപിറ്റ ഇൻകം എന്ന് വെച്ചാൽ എന്താണ്? ആളോഹരി വരുമാനം, ഓരോ വ്യക്തികളുടെയും വരുമാനത്തിലുണ്ടാകുന്ന വളർച്ച വെറും 0.5% മാത്രമായിരുന്നു ഒരു വർഷത്തിലുണ്ടായിരുന്നത്. ദ ബ്രിട്ടീഷ് നെവർ അറ്റംപ്റ്റഡ് ടു കാൽക്കുലേറ്റ് ഇന്ത്യാസ് നാഷണൽ ഇൻകം ഓർ പെർ ക്യാപിറ്റ ഇൻകം. നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യാൻ അന്ന് ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഒരിക്കലും തയ്യാറായില്ല. ഇനി തയ്യാറായി മുന്നോട്ട് വന്ന പലരും ഇന്ത്യൻ എക്കണോമിസ്റ്റുകൾ തന്നെയായിരുന്നു. അതിൽ പ്രശസ്തരായ ആളുകളാണ് VKRV റാവു, ദാദാഭായ് നവറോജി, വില്യം ദിഗ്ബി, ഫിൻലെ ഷിറാസ്, RC ദേശായി തുടങ്ങിയ ആളുകളൊക്കെ. ഇതിൽ ഇന്ത്യ ആക്സെപ്റ്റ് ചെയ്ത വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ പ്രസിദ്ധമായത് VKRV റാവു അദ്ദേഹത്തിൻ്റെ നാഷണൽ ഇൻകം കാൽക്കുലേഷനാണ്. ഈ ഒരു പോയിൻ്റ് എക്സാമിന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഹൂ വാസ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇൻ ദി കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ ഇൻ കൊളോണിയൽ ഇന്ത്യ ഓർ ബ്രിട്ടീഷ് ഇന്ത്യ? നമുക്ക് പറയാം VKRV റാവു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു ജനറൽ ഫീച്ചർ എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന് കീഴിലും ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ മുമ്പുമുള്ള ഇന്ത്യൻ ഇക്കണോമിയെക്കുറിച്ച് പഠിക്കേണ്ടത്.